നീ ഫോൺ ലിൻഡോനെ പോലീസിനെ വിളിക്കാൻ പറ. ഹലോ നമസ്കാരം, ഞാൻ ക്ലിപ്പിയാണ്. ഇവിടെ ഇവളുടെ വിളയാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് ഇപ്പം 3 ദിവസമായി ഞങ്ങൾ വെള്ളം കുടിച്ചിട്ടില്ല, പിന്നെ കുളിക്കാൻ പറ്റിയിട്ടില്ല, ഞങ്ങൾക്ക് ഒന്നിനും വെള്ളമില്ല. ഇവിടെ കറണ്ടില്ല, ആകപ്പാട് ബുദ്ധിമുട്ടായിട്ട് കിടക്കുകയാണ്. അങ്ങനെ ഒരാളും ഇങ്ങോട്ട് വരുന്നില്ല. വരുന്നവരൊക്കെ ഒരു വടിയെടുത്തിട്ട് ഓടിപ്പിക്കുകയാണ്. ആരും ഇങ്ങോട്ട് വരാൻ വേണ്ടി ധൈര്യപ്പെടുന്നുമില്ല. അപ്പോൾ എൻ്റെ മോൻ വിളിച്ചു പറഞ്ഞു, പപ്പ ഞാൻ വരാം എന്നെ എന്താ ചെയ്യുന്നത് നോക്കാമെന്ന് പറഞ്ഞാൽ അവൻ ധൈര്യത്തിൽ എൻ്റെ മോനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു. അവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് വന്നു. വെള്ളമൊക്കെ ആയിട്ട് അവന് അവിടെ അടുത്തുനിന്ന് ഒരാളെ ഇതിലേക്ക് ഒഴിക്കണമെങ്കിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒഴിക്കാൻ പറ്റില്ല. പെട്രോൾ ഒഴിക്കണമെങ്കിലും ഒറ്റയ്ക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് അടുത്തുള്ള ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള പമ്പിലൊരു പയ്യുണ്ട്. അവന് ഞാൻ ഇവിടെ എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ ഒരു 10-500 കൊടുക്കുമ്പോൾ അവനൊരു സന്തോഷമാണ്. അതുകൊണ്ട് അവൻ വേഗം വിളിച്ചപ്പോൾ തന്നെ വേഗം വന്നു. അവരിവിടെ വന്നതല്ല, പെട്രോള് ലേശം അവർ ഒഴിച്ചു, വണ്ടിയിലേക്ക് ഒഴിച്ചു, ജനറേറ്ററിലേക്ക് ഒഴിച്ചു. അതിൻ്റെ വെള്ളം ഒഴിക്കാൻ എത്തിയപ്പോഴത്തേനും ഇവിടെ അവിടെ ചുറ്റും ക്യാമറ വെച്ചുകൊണ്ട് അവൾ കണ്ടിട്ട് ഇവിടെ ഓടി വന്ന് ഇവിടെ മൊത്തം ഇവരെയൊക്കെ എൻ്റെ മോനെ അടക്കം ഇവിടുന്ന് മാറ്റി ഇതിൽ വെള്ളത്തിൻ്റെ കന്നാസൊക്കെ എടുത്ത് വലിച്ചെറിയുന്നു. ആ വെള്ളം ഒഴിക്കാൻ എനിക്ക് സപ്പോർട്ട് തന്ന പയ്യനെ ഇട്ടിട്ട് അവർ അവിടെ ഇട്ടിട്ട് ആ മൂലയിലിട്ട് അടിക്കുന്നു. ഇതൊക്കെ പോലീസ് നോക്കി നിൽക്കുന്നു. എനിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാളും ഞങ്ങളെ സഹായിക്കാനോ ഒന്നുമില്ല. നിങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ കേരളത്തിന് ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം. കേരളം എന്ന് പറയുന്നത് എൻ്റെ മദർ സ്റ്റേറ്റാണ്. ഞാൻ അവിടെ നിന്നാണ് വന്നത്. ഞാനിപ്പോൾ എൻ്റെ മോനിപ്പോൾ എവിടെയെങ്കിലും വേൾഡിലോ എവിടേക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ വേണം അവനെ വിളിച്ച് ചോദിക്കാൻ. ഇതുവരെ എൻ്റെ മദർ സ്റ്റേറ്റിൽ നിന്ന് ഒരാളും എന്നെ രക്ഷിക്കാനോ ഒന്നിനും വരുന്നില്ല. ഞാൻ അവിടുത്തെ TV ചാനലുകാരെ മുഴുവൻ ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ എന്നെ രക്ഷിക്ക്, എന്നെ ഒന്ന് സഹായിക്ക്, നിങ്ങൾ മീഡിയാസിലിടുമ്പോൾ ഇവർ മന്ത്രിമാരെല്ലാം കൂടി ചിലപ്പോൾ ഇതിൽ ഇടപെടും. അവരും ഇതാക്കുന്നില്ല. ഇത് വല്ല പെണ്ണ് കേസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ലോക്കൽ കേസൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ മീഡിയക്കാരെല്ലാം വന്ന് നിറഞ്ഞേനെ. ഇവർ വരും. ഞാൻ ചാകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചാകുന്നതിന് ശേഷം ഇവിടെ മീഡിയയിലൊക്കെ ലൈവിൽ ഇവിടെ ചർച്ചാ വിഷയങ്ങളാക്കും, എല്ലാവും. ഞങ്ങളെ ചാകാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. ഒരുത്തനും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടെ ഭയങ്കര രൂക്ഷമായിട്ടായിരിക്കുന്നത്. ഇവിടെ ഗുണ്ടകൾക്ക് വിളയാടാൻ വേണ്ടിയിട്ട് ഇവരെ മുഴുവൻ വിട്ടുകൊടുക്കുക, പോലീസ് അടക്കം വിട്ടുകൊടുത്തിരിക്കുക. ഇവളുടെയൊക്കെ അഹങ്കാരം എന്താണെന്ന് വെച്ചിട്ടാണ് എൻ്റെ സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ 1 ലക്ഷമോ 2 ലക്ഷമോ 10 ലക്ഷമോ അല്ല, കോടിക്കണക്കിനുള്ള രൂപേൻ്റെ സാധനമാണ് എൻ്റെ തട്ടിയെടുക്കുന്നത്. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ എല്ലാ വിളയാട്ടും ചെയ്യും. ഇതിലൊക്കെ ഉദ്യോഗസ്ഥന്മാർക്കും പങ്കുണ്ടാവും. അവർക്കും കിട്ടും. ഈ സാധനം ഇവരെ കയ്യിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീതം അവർക്കും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ഇങ്ങനെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ആക്രാന്തം പിടിച്ചിട്ട് എന്നെ കൊന്നാലും വേണ്ടില്ലോ. അവർ ഇന്നലെ തന്നെ ഈ നടക്കുന്ന വിജി എന്ന് പറഞ്ഞ ഒരുത്തനല്ലേ, അവൻ ചോദിക്കുന്നില്ലേ എവിടെടാ നിന്റെ MLA, എവിടെടാ നിന്റെ ആൾക്കാർ, കേരള നാറികളെ എന്നൊക്കെ വിളിച്ച് പറയുന്നില്ലേ. എല്ലാവരും ഇങ്ങനെ എനിക്ക് ആകപ്പാട് TV-ക്കാരും ഇല്ല, ഒരാളും ഇല്ല, എൻ്റെ ഒരു സാധനം ഇടാൻ പോലും ഇല്ല. ഞാൻ തന്നെ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഞാനിത് ചാകുന്നതിന് മുമ്പ് 4 ആൾ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സാധനങ്ങൾ മുഴുവൻ ഇടുന്നത്. എല്ലാവരും ഇനി വരുന്ന ആൾക്കാരും എല്ലാം ഇത് കണ്ട് പഠിക്കണം. നമ്മളിപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ പോയിട്ട് പല ആൾക്കാരും പോയി ഇതേപോലെ പ്രശ്നത്തിലൊക്കെ കൊടുക്കുമ്പോൾ ഇവിടുന്ന് മോദി വിടുന്നില്ല, പ്ലെയിനും എല്ലാം വിട്ടിട്ട്. എന്നിട്ട് മീഡിയയിൽ മുഴുവൻ വരുന്നില്ലേ മോദി രക്ഷിച്ചു എന്ന്. സ്വന്തം നാട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്ന അക്രമങ്ങൾ മുഴുവൻ കാണാണ്ട് പുറത്തുനിന്ന് മറ്റേ മീഡിയാസിൻ്റെ ആളുകളുടെയും കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് അവൻ ഓരോ കോപ്രായത്തരം ചെയ്ത് കാണിക്കുമ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഓരോരുത്തർ വരും, ഇലക്ഷൻ വരികയല്ലേ, ഇവനൊക്കെ നിങ്ങളുടെ കാലിൻ്റെ ചോട്ടി വന്നിട്ട് നിങ്ങളിപ്പോൾ രാജാവാ, നിങ്ങളാണ് രാജാവ്, നിങ്ങളുടെ അടുത്ത് കാല് പിടിച്ചിട്ട് കെഞ്ചും നിങ്ങളെയൊക്കെ ചതിക്കാൻ വേണ്ടിയിട്ടാ. അവനെ വോട്ട് കിട്ടി ജയിച്ചു കഴിഞ്ഞാൽ അവൻ കാലിൻ്റെ മുകളിൽ കാറും കയറ്റി കൊടി വെച്ച മറ്റേ ഇതിലെ പറക്കുമ്പോൾ നിങ്ങളൊക്കെ സാർ എന്ന് പറഞ്ഞിട്ട് തൊഴുത് നിങ്ങൾ നിൽക്കണം. നിങ്ങൾ ആ വോട്ട് ചെയ്യുന്ന നിമിഷം വരെ നിങ്ങൾ രാജാവുള്ളൂ. വോട്ട് ചെയ്ത് ഇവനൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെറും
പട്ടികൾക്ക് തുല്യം. ഇത്രയും ടാക്സും എല്ലാം കൊടുത്ത് എനിക്ക് പോലും നീതി കിട്ടുന്നില്ല. ഈ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങൾ നിങ്ങൾ കാണണം, മനസ്സിലാക്കണം. എനിക്ക് ജീവിക്കണമെന്ന് ഒരു ആഗ്രഹം, എനിക്ക് ഇവരെ എന്നെ കൊല്ലുമെന്നുള്ള എനിക്ക് ഉറപ്പാണ്. ഞാൻ എന്തായാലും സ്വന്തം ചാകില്ല, ഇവരെ എന്നെ കൊല്ലട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കുകയാണ്. ഇത് കഴിയുമ്പോൾ ഇതാ നോക്കിക്കോ, നിങ്ങൾ നോക്കിക്കോ, ലൈവായിട്ട് ഇവിടെ എല്ലാ മീഡിയാസും വരും. എല്ലാ മീഡിയാസും വന്ന് ഇവിടെ ചാനലും കാര്യങ്ങളൊക്കെ എടുക്കും. കുറേ മന്ത്രിമാർ വരെ വരും എനിക്ക് ബൊക്ക വെക്കാൻ വേണ്ടി. എന്താ വെച്ചാൽ എൻ്റെ വൈഫും കൂടെ ഉണ്ട്, അത് അപ്പോൾ അവക്കും കൂടെ ബൊക്ക വെക്കാനും ഫോട്ടോൻ്റെ മുമ്പിൽ ഫോഴ്സ് ചെയ്യാനും. ഇത് എന്നിട്ട് അവർ പറയും ഒരു വ്യവസായിനെ നിങ്ങളെല്ലാം സഹായിച്ചില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ചാനലുകൾ ഘോരം പ്രസംഗിക്കും, അന്തിച്ചർച്ച വരെ നടത്തും. എനിക്ക് അറിയില്ല, ഞങ്ങൾക്ക് എൻ്റെ മൈൻഡ് എല്ലാം തെറ്റിയിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഭക്ഷണമില്ലാണ്ടായിട്ട് 3 ദിവസമായി. ഞങ്ങളുടെ അരിയില്ലായിട്ട് ഒന്നുമല്ല, അരി സാധനമുണ്ട്. ഇത് കത്തിക്കണമെങ്കിൽ വലിയ കുറച്ച് വെള്ളം വേണ്ടേ? വെള്ളമില്ലാണ്ട് ഞങ്ങൾക്കിത് അരിനെ എന്താ മറ്റേ ചുട്ടെടുക്കാൻ പറ്റുമോ? അത്രയും ഇതായിട്ട് ഇത്രയും ഈ റോഡ് സൈഡിൽ ഹൈവേൻ്റെ സൈഡിൽ ഈ തോന്നിയാസം മുഴുവൻ കാണിച്ചിട്ട് നിങ്ങൾ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ മഹാകഷ്ടം. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഓക്കെ, ഇതാ ഇപ്പം എനിക്കൊരു ന്യൂസും കൂടെ കിട്ടി. ഇവിടെ വന്നിട്ട് എനിക്ക് വെള്ളം തരാൻ വന്ന നേരെ ഓപ്പോസിറ്റുള്ള പമ്പിലെ പയ്യനെ പണിയിൽ നിന്ന് പിരിച്ചു വിട്ടുവെന്ന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എനിക്കൊരു വെള്ളം തരാൻ വന്ന അവനെ വരെ പിരിച്ചു വിട്ടു എന്ന് പറയുമ്പോൾ ഇവരെയൊക്കെ മനസ്സിലിരിപ്പ് എന്തൊക്കെയാണ്, ഇവിടുത്തെ ഈ നാട്ടിൽ നടക്കുന്ന എന്തെല്ലാം അക്രമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിതാ ഇപ്പോൾ ഇവിടുത്തെ ബാക്കി സിറ്റുവേഷനും കൂടെ നിങ്ങൾക്ക് ഇട്ടുതരാം. ഓക്കെ, ഇതാ നിങ്ങൾ കണ്ടോ, മെയിൻ റോഡിൻ്റെ ഇത്രയും സൈഡിലാണ്. മെയിൻ റോഡിൽ നിന്ന് വെറും 10 മീറ്ററേ ഉള്ളൂ ഞാൻ നിൽക്കുന്ന സ്ഥലമായിട്ടുള്ള ദൂരം. ഇത് കണ്ടോ, ഇവിടെ നോക്ക്, ഇതാ ഇവിടെ KSCBൻ്റെ സ്ട്രീറ്റ് ലൈറ്റ് ഇന്നലെ തൊട്ടല്ല, ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തൊട്ട്, ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തൊട്ട് ഇതെല്ലാം രാത്രിയെല്ലാം ഓഫാക്കി ഇടുകയാണ് ഇവർ. ഇവിടെ ഇതാ ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടെ ഒരു ക്യാമറ വെച്ചേക്കുന്നുണ്ടോ. എനിക്ക് ഇവിടെ നിന്ന് നിങ്ങൾ ചോദിക്കില്ല എൻ്റെ മുന്നിൽ കിടക്കുന്ന വെള്ളം എന്തുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല എന്ന്. ഇതാ ക്യാമറ വെച്ചിരിക്കുന്നുണ്ടോ, ഇത് ഓൺലൈൻ ക്യാമറയാണ്. എൻ്റെ എല്ലാ നിരീക്ഷണവരും ഞാൻ പുറത്തിറങ്ങിയവരെന്നെ ശരിയാക്കും, കൊല്ലും. അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊന്ന് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാത്ത. ഞാൻ ഇപ്പറേ കാണിച്ചു തരാം. ഇതാ എനിക്ക് വന്ന വെള്ളം കൊണ്ട് വന്ന വണ്ടീൻ്റെ ടയറെല്ലാം കാറ്റ് കുത്തി പഞ്ചറാക്കിയിട്ടിരിക്കുന്നു. കുടിവെള്ളം കൊണ്ട് വന്ന വണ്ടിയാണ്. ആ പയ്യന്മാരെയൊക്കെ പിടിച്ച് ഇവർ ലോക്കപ്പിലാക്കിയിരിക്കുന്നു. ബാക്കി ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ സൈഡിലും ഉണ്ടതാ ഒരു ക്യാമറ, ഒരു ലൈറ്റ്, സ്ട്രീറ്റ് ലൈറ്റ്. ഇതെല്ലാം ഇവർ രാത്രി ഓഫാക്കുകയാണ്. എന്നെ ഇരുട്ടിലേക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇവരെന്നെ എന്ത് ചെയ്തോട്ടെ എന്ന് വെച്ചിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇതാ ഈ സൈഡിലും ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് ഇവള്. ഇതുണ്ടോ, ഈ സൈഡിലും ഒരു ക്യാമറ വെച്ചിരിക്കുകയാണ്. എനിക്ക് അതുകൊണ്ട് ഇവളുടെ ഗുണ്ടകളെല്ലാം വെച്ചുകൊണ്ട് എനിക്കിവിടെ പുറത്തിറക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ചാൽ പോലീസ് വരും. അവരെ മുന്നിൽ വെച്ചിട്ടാണ് ഈ തോന്നിയാസങ്ങളെല്ലാം ചെയ്യുന്നത്. നിങ്ങൾ ഇതിൽ കമൻറ്റ് ഇടണ കണ്ടായിരുന്നു ഇതിൻ്റെ ലൊക്കേഷൻ അറിയില്ല എന്ന്. എൻ്റെ ലൊക്കേഷൻ ഇത് ഗുണ്ടിൽപേട്ട മൈസൂർ റോഡിൽ നാഷണൽ ഹൈവേൻ്റെ സൈഡിലാണ്, ഹിരിക്കാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ വരണം. ഏതായാലും ബാക്കി ഗവൺമെൻറ് എല്ലാം എന്നെ കൈവഴിച്ച മന്ത്രിമാരോ ഗവൺമെൻറ് എല്ലാം എന്നെ കൈവിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കെങ്കിലും ആർക്കെങ്കിലും എന്നെ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളിവിടെ വരണം. ഞങ്ങളിവിടെ ജീവനോടെ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. എപ്പോൾ തീരുമെന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാം അന്തരീക്ഷങ്ങളെല്ലാം മോശമായി ഒരേ ദിവസം ചെല്ലുന്നവരും വഷളായി വരികയാണ്. എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, പൊതുജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരണം. ഓക്കെ.